ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു നല്ല പാർട്ടി മേക്കപ്പ് ലുക്ക് കാണാം. ന്യൂ ഇയർ ഈവിന് പറ്റിയൊരു പാർട്ടി മേക്കപ്പ് ലുക്കാണിത്. ആദ്യം തന്നെ നമ്മുടെ ഡ്രൈ ലിപ്സ് ഒക്കെ ഒന്ന് മോയ്സ്ചറൈസ് ആക്കാൻ വേണ്ടി ലിപ് ബാം അപ്ലൈ ചെയ്യാം. മേക്കപ്പിന് മുന്നേ നന്നായിട്ട് സ്കിൻ പ്രെപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു സിറമാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത് ലോറിയാലിന്റെ ഹൈറലോണിക് ആസിഡ് സിറമാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ കണ്ടന്റിനെ നിലനിർത്തി നമ്മുടെ സ്കിന്നിൽ നല്ലൊരു സ്മൂത്ത്നെസ് കൊടുക്കും. ഇന്ന് ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കളർബാറിന്റെ വാട്ടർ ബോം മാജിക് വാട്ടർ ക്രീമാണ്. ഇത് നല്ലൊരു സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇത് ഒട്ടും തന്നെ തിക്ക് അല്ല, നല്ല ഈസിലി അബ്സോർബ് ആവുന്ന ഒരു ടെക്സ്ചർ ആണ് ഇതിന്റെ. സൺസ്ക്രീനിന് പകരം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ പ്ലമ്മിന്റെ ഈ ഒരു ക്രീമാണ്. കെമമൈൽ ആൻഡ് വൈറ്റ് ടീ ഷിയർ മാറ്റ് ഡേ ക്രീമാണ്. ഇതിൽ SPF 50 ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് സൺസ്ക്രീൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയും ഡ്രൈനെസ്സും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പിൽഗ്രിമിന്റെ സ്ക്വാലൈൻ റോൾ ഓൺ അണ്ടർ ഐ ക്രീമാണ്. ഇതൊരു സിറം ഫോർമുലയാണ് വിത്ത് Phyto-Retinol ആൻഡ് Caffeine. M.A.C കോസ്മെറ്റിക്സിന്റെ പ്രെപ്പ് പ്ലസ് പ്രൈം നാച്ചുറൽ റേഡിയൻസ് പ്രൈമർ ആണ് അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പോർസ് ആൻഡ് ഫൈൻ ലൈൻസ് ഉള്ള ഭാഗത്ത് മാത്രമേ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇത് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് ഡ്രൈ സ്കിന്നിന് പറ്റിയ ഒരു പ്രൈമറാണിത്. ഫേസിൽ നല്ലൊരു ഗ്ലോ കൊടുക്കാൻ വേണ്ടി ലാക്മേയുടെ ലൂമി ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു സ്ട്രോബിംഗ് ക്രീമാണ്. നാച്ചുറലി നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആയിട്ട് തോന്നാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഹെവി മേക്കപ്പ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിനു മുന്നേ സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇത്രയും ലേയേഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സ്കിൻ കെയറിൽ. നല്ലൊരു ഗ്ലോയി ലുക്ക് തോന്നാൻ വേണ്ടി ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് മാമഎർത്തിന്റെ ഗ്ലോ സിറം ഫൗണ്ടേഷൻ ആണ്. എന്റെ ഷെയ്ഡ് 03 ന്യൂഡ് ഗ്ലോ ആണ്. ഈ ഒരു ഫൗണ്ടേഷന് ലൈറ്റ് കവറേജ് ആണ്, പക്ഷെ ഇത് ലെയർ ചെയ്താലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒരു 2 ലെയർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യമായിട്ട് സ്കിന്നിൽ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. Maybelline New York Instant Age Rewind Concealer in the shade Caramel ആണ് ഞാൻ എൻ്റെ അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ഷെയ്ഡ് എൻ്റെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്ക് ആണ്, പക്ഷെ അണ്ടർ ഐസിലെ ഡാർക്ക് സർക്കിൾസ് മറയ്ക്കാൻ നമ്മൾ 1-2 ഷെയ്ഡ് ഡാർക്കർ കൺസീലർ വേണം എപ്പോഴും യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഗ്രേ ടോൺ അവിടെ തോന്നും. കൺസീലർ ക്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് സെറ്റ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് Maybelline Fit Me ലൂസ് പൗഡർ ആണ് ഇൻ ദ ഷെയ്ഡ് 25 മീഡിയം. ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ലാക്മെ മൈക്രോ ബ്രോ പെർഫെക്റ്റർ ആണ്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസിന്റെ ഗ്യാപ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ 2 ഐബ്രോസിന്റെ ഷേപ്പ് ഡിഫറെന്റ് ആണ്, അതുപോലെ പൊസിഷനിങ്ങും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ. e.l.f കോസ്മെറ്റിക്സിന്റെ ബൈറ്റ് സൈസ് ഐഷാഡോ ക്വാഡ് ഹോട്ട് jalapeno ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ച ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇന്നർ കോർണറിൽ നിന്ന് ഒരു യെല്ലോ ഷിംറി ഷെയ്ഡ് ഒരു ഗ്രീൻ റേഡിയന്റ് ആയിട്ട് ഔട്ടർ കോർണർ വരെ എത്തുന്ന ഒരു ലുക്കാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നർ കോർണറിൽ ഞാൻ യെല്ലോ ഷെയ്ഡും പിന്നെ മിഡിലില് ഗ്രീൻ ഷിംറി ഷെയ്ഡും ഔട്ടർ കോർണറിൽ മാറ്റ് ഗ്രീൻ ഷെയ്ഡും ആണ് അപ്ലൈ ചെയ്യുന്നത്. ലോവർ ലാഷ് ലൈനിലും ഈ യെല്ലോ ടു ഗ്രീൻ ഗ്രേഡിയന്റ് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇന്നർ കോർണേഴ്സിൽ ഷിംറി യെല്ലോയും ഔട്ടർ കോർണേഴ്സിലും ടുവേർഡ്സ് ദ മിഡിൽ ഗ്രീൻ ഷിംറി ഷെയ്ഡാണ് ഞാൻ ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്യുന്നത്. ഹാർഷ് എഡ്ജസ് തോന്നിക്കാതിരിക്കാൻ വേണ്ടി ഒരു ക്ലീൻ ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ക്രീസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാട്ടർ ലൈനിൽ ഒരു ന്യൂഡ് കാജലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. റിമൽ ലണ്ടന്റെ സ്കാൻഡലൈസ് കോളാണ് അപ്ലൈ ചെയ്യുന്നത്. ന്യൂഡ് എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. അപ്പർ ലാഷ് ലൈൻ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മേബിലിന്റെ കൊളോസൽ ബോൾ ലൈനർ യൂസ് ചെയ്തിട്ട് ഒരു തിൻ ലൈൻ വരയ്ക്കുകയാണ്. മേബിലിൻ സ്കൈ ഹൈ മസ്കാരയാണ് ഇത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിപ്പോൾ. അപ്പർ ലാഷസും ലോവർ ലാഷസും ഞാൻ ഇത് വെച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. കെ ബ്യൂട്ടിയുടെ കോൺടൂർ സ്റ്റിക്ക് കരാമൽ ഫോക്കസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കോൺടൂർ ചെയ്യുന്നത്. ഞാനിത് ആദ്യമേ ഇത് വെച്ചിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്തു, പക്ഷേ ഇത് ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇത് നമ്മുടെ ചീക്സിന്റെ ഹോളോസിലും പിന്നെ ജോ ലൈനില് മൂക്കിന്റെ 2 സൈഡില് പിന്നെ ഹെയർ ലൈനിൽ ഇവിടെയൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ബാം കോസ്മെറ്റിക്സിന്റെ ബഹാമ മാമ ബാറ്റ് ബ്രോൺസർ എടുത്തിട്ട് ഞാനൊന്ന് ബ്രോൺസ് ചെയ്യാണ്.
കോൺടൂർ അപ്ലൈ ചെയ്തതിന്റെ പുറത്താണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ബോബി ബ്രൗൺ ക്രീമി കളർ ഫോർ ലിപ്സ് ആൻഡ് ചീക്സ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ക്രീം ബ്ലഷ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. ഈ ഷെയ്ഡിന്റെ പേര് ട്യൂലെ എന്നാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ന്യൂഡ് ഷെയ്ഡാണ്. Maybelline New York Face Studio Master Chrome Metallic Highlighter in the shade Rose Gold ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഭയങ്കര ബ്ലൈൻഡിങ് ആയിട്ടുള്ളൊരു ഹൈലൈറ്റർ ആണ്. അതുകൊണ്ട് പാർട്ടി അപ്രോപ്രിയേറ്റ് ആണ്. ഫേസിന്റെ ഹൈ പോയിന്റ്സിലൊക്കെ ഞാൻ ഇത് അപ്ലൈ ചെയ്യാണ്. ഒരു ഫോൾസ് ലാഷസും കൂടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ലുക്കില്. ഈ ഒരു കോംബോ ആണ് ഞാൻ ലിപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കെ ബ്യൂട്ടിയുടെ മാറ്റ് ആക്ഷൻ ലിപ് ലൈനർ ഇൻ ദ ഷെയ്ഡ് ഹൈ ഇമ്പാക്ട്. ഇതൊരു പീച്ചി റെഡ് ഷെയ്ഡ് ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം ലിപ്സ് ഒന്ന് ലൈൻ ചെയ്യാണ്. സ്വിസ് ബ്യൂട്ടി HD മാറ്റ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് 08 പീച്ച് ഡേ. ഇത് നല്ലൊരു പീച്ച് ഷെയ്ഡ് ആണ്. പാർട്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആണ്. ഇതാണ് ഞാൻ എന്റെ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഫിനിഷ്ഡ് മേക്കപ്പ് ലുക്ക്. നമുക്ക് ഇനി ഫൈനൽ ലുക്ക് കാണാം. ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് മനസ്സിലാവാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ മേക്കപ്പ് ഞാൻ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഈ മേക്കപ്പ് ലുക്കിൽ നമ്മൾ സ്കിൻ കെയറിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ വളരെ ഹെൽത്തി ആൻഡ് സ്മൂത്ത് ആയിട്ടാണ് തോന്നുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ മേക്കപ്പ് തോന്നുന്നത്. അതേപോലെ ലോങ് ലാസ്റ്റിംഗുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ പിന്നെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.